അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം എത്തി. ഇന്ന് അത്തമാണ്. അത്തത്തിന്റെ എല്ലാവിധ ആശംസകളും കുറച്ച് വൈകിയാണെങ്കിൽ നിങ്ങൾക്ക് നേരുകയാണ്. അപ്പോൾ ഞാൻ ഈ അത്തം തുടങ്ങി തിരുവോണം വരെ എനിക്ക് അറിയാവുന്ന ഒരു അറിവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന 10 വിഭവങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല, നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓണത്തിന് ഉപകരിക്കും. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ പച്ചടിയുടെ വിശേഷമാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ഒരു മീഡിയം ടൈപ്പ് പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു അധികം പഴുത്ത് പോകാൻ പാടില്ല, എന്നാൽ തീരെ പഴുപ്പ് കുറഞ്ഞതല്ലാത്ത രീതിയിലുള്ള ഒരു ഇതിൽ വാങ്ങിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പൈനാപ്പിളിൻ്റെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇളം മധുരവും കൂടി നമുക്ക് വേണം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു പുളിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മധുരം എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ശർക്കര ചേർക്കുക. ഞാനൊരു ബെല്ലത്തിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഒരു കഷ്ണങ്ങൾ വേവാൻ പാകത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അത് ഒന്ന് പകുതി വേവാകുമ്പോഴേക്കും നമുക്കൊരു മീഡിയം ടൈപ്പ് പഴം, ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കി അത് ഒരു പകുതി വേവാകുമ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. കാരണം പഴം പെട്ടെന്ന് വേവുന്നതാണല്ലോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കിടന്ന് വെന്ത് വെള്ളം വറ്റുന്നവരെ അതൊന്ന് വേവട്ടെ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ തേങ്ങാക്കൂട്ട് തയ്യാറാക്കാനുണ്ട്. മിക്സിയിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർക്കുക. അതിൻ്റെ ഒപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് തൈരും കൂടി ചേർത്താണ് അടിക്കുന്നത്. തൈര് അവസാനം ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാനിത് അധികം തിളപ്പിക്കാൻ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പൈനാപ്പിളും പഴവും ഇതേ വെന്തു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ അരച്ച ആ ഒരു തേങ്ങക്കൂട്ട് അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ തൈരും തേങ്ങയും ഒക്കെ കൂടി ചേർത്തുകൊണ്ട് തന്നെ അധികം തിളപ്പിക്കാൻ വെക്കുന്നില്ല. ആ ഒരു മിക്സി കഴിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത്, അധികം വെള്ളമില്ലാതെ, അധികം ചാറ് ഇതിന് നല്ലതല്ല. അപ്പോൾ ഒരു കുറുകിയ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചുറ്റും തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുകി ചുറ്റും തിള വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നറുനെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നറുനെയ്യും കൂടി ചേർത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ താളിക്കലാണ് ഏറ്റവും കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകും ഉലുവ ഇട്ട് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് വട്ടം മുറിച്ചതും അതുപോലെ തന്നെ വേപ്പിലയും ചേർക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ താളിച്ചാൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇതേ താളിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇതൊരു ഓപ്ഷണലാട്ടോ. നമുക്ക് ഈ കറി ഒന്ന് പതുക്കെ ചൂടാറിയതിന് ശേഷം നമ്മുടെ കറുത്ത മുന്തിരി കുറച്ച് നമുക്കതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അതും കൂടി ഇടയ്ക്ക് കടിക്കുമ്പോൾ ഈ കറിയുടെ കൂടെ നമുക്കൊരു ടേസ്റ്റാണ്.